വിശുദ്ധ തിരുവെഴുത്തുകളിൽ വേദപുസ്തകത്തിലെ 24-ാമത്തെ പുസ്തകമാണ് യിരെമ്യാവ് എന്ന പ്രവാചകന്റെ പുസ്തകം. 52 അധ്യായങ്ങളും 680 വാക്യങ്ങളും യിരെമ്യാവ് എന്ന ഈ പ്രവാചകന്റെ ഒറ്റ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് ദൈവം എഴുന്നേൽപ്പിച്ച ഒത്തിരി പ്രവാചകന്മാരുണ്ട്. അതിൽ വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്. വേദപണ്ഡിതാക്കൾ അങ്ങനെ തന്നെ പറയുന്നു. യെശയ്യാവ് വലിയ പ്രവാചകന്മാരിൽ ഉള്ള പ്രവാചകനാണ്. ജെറമ്യാ വലിയ പ്രവാചകന്മാരിൽ ഉള്ള പ്രവാചകനാണ്. ഇങ്ങനെ വലിയ പ്രവാചകന്മാരെ കുറിച്ചും ഹഗായി, മലാക്കി, സക്കരായ, ഇങ്ങനെ ചെറിയ പ്രവാചകന്മാരെ കുറിച്ചുമൊക്കെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ പ്രവാചകന്മാരിൽ ഇവരെല്ലാം തന്നെ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ദൈവവിളിയുടെ മുൻപിൽ ദൈവികമായ ആ പ്രൊഫറ്റിക് ഇമ്പാർട്ടേഷനാൽ പ്രൊഫറ്റുമാരായി മാറിയവരാണ്, പ്രവാചകന്മാരായി തീർന്നവരാണ് പലരും. അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ആമോസ് പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനും അല്ലായിരുന്നു, പ്രവാചകന്റെ ശിഷ്യനും അല്ലായിരുന്നു, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കി നടന്നവനുമായിരുന്നു. എന്നാൽ യഹോവയുടെ കരം എന്നെ പിടിച്ചു. പിന്നത്തേതിൽ ആമോസ് പ്രവാചകനായി മാറി. എന്നാൽ യിരെമ്യാവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഓൺലി ഫോർ ജെറമ്യാ. ജനിക്കുന്നതിന് മുൻപേ അമ്മയുടെ ഉദരത്തിൽ അവൻ ഉരുവായ സമയം മുതൽക്കേ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഷ ഞാൻ പറയാം, പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ ജാതികൾക്കും രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും പ്രവാചകനായി ദൈവം നിയമിച്ചവനായ മനുഷ്യനാണ് യിരെമ്യാവ് എന്ന പ്രവാചകൻ. ജനിക്കുന്നതിന് മുൻപേ ദൈവം പ്രവാചകനായി നിയമിച്ച അഭിഷിക്തനാണ്, പ്രവാചകനാണ് ജെറമ്യാ. പക്ഷെ ഇത് ജെറമ്യാ അറിയുന്നില്ല. കർത്താവ് നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നെന്നും ദൈവം നിങ്ങളുടെ ജീവിതത്തെ എത്രയധികം അനുഗ്രഹിക്കുവാൻ പോകുന്നുവെന്നും ഇവിടെ ഇരിക്കുന്ന പലർക്കും വ്യക്തമായി അറിഞ്ഞുകൂടാ. യിരെമ്യാവിനും അത് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് പുള്ളി എന്നാ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞേ, യിരെമ്യാവിന്റെ പുസ്തകം ഒന്നെടുത്തേ, 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നോക്കി. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചു. ഹല്ലേലൂയ. എന്നാൽ യിരെമ്യാവ് അവിടെ ദൈവത്തോട് പറയുകയാണ്, ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തു, നിന്നെ പ്രവാചകനായി ഞാൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ജെറമ്യാ പറയുകയാണ്, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഉടനെ ദൈവം 7-ാം വാക്യത്തിൽ ജെറമ്യായോട് പറയുകയാണ്, നീ ബാലനാന്ന് പറയരുത്. ഹല്ലേലൂയ. ആമേൻ. ജെറമ്യായുടെ പ്രായം നോക്കുന്നു, സാഹചര്യം നോക്കുന്നു, അനുഭവങ്ങൾ നോക്കുന്നു, പരിചയ സമ്പത്ത് നോക്കുന്നു. ഇതുവരെ പ്രവചിച്ചിട്ടില്ല ആരോടും, ഇതുവരെ ശുശ്രൂഷയൊന്നും ചെയ്തിട്ടില്ല, പ്രായം വളരെ കുറവാണ്. ഈ സമയത്താണ് ദൈവം തമ്പുരാൻ ഭയങ്കര കാര്യം, വലിയ കാര്യമാണ് പുള്ളിയോട് പറഞ്ഞേ. എന്നാ പുള്ളിയോട് പറഞ്ഞേ? ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു, രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും മേളിൽ ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ജെറമ്യായോട് ഇത് പറയുമ്പോഴും ജെറമ്യാ തിരിച്ചു പറയാണ്, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, അതിനുള്ള കഴിവ് എനിക്കില്ല, നീ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് ജെറമ്യാ ദൈവത്തോട് പറയുകയാണ്. നിങ്ങൾക്കറിയാമോ, എന്നെ വിട്ടേക്കൂ, ഞാൻ പൊയ്ക്കോട്ടെ,
ദൈവമേ, നിനക്കൊരു പക്ഷെ അബദ്ധം പറ്റിയതായിരിക്കും എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞ ദൈവകരത്തിൽ ഏൽപ്പിച്ച ഈ മനുഷ്യനെ കൊണ്ടാണ് വേദപുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം 104 അധ്യായങ്ങൾ എഴുതിച്ചത്. ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ ബൈബിളിൽ 104 അധ്യായം ഒരാളെയും കൊണ്ട് ദൈവം എഴുതിച്ചു. ആ ആളിന്റെ പ്രത്യേകത, ഞാൻ ബാലനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ കക്ഷിയെ കൊണ്ട് ദൈവം എഴുതിച്ചു. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 52 അധ്യായമുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം എഴുതിയത് യിരെമ്യാവാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായം, 2 രാജാക്കന്മാരുടെ പുസ്തകം 25 അധ്യായം, രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 47 അധ്യായമുണ്ട്. ഈ രാജാക്കന്മാരുടെ പുസ്തകം ദൈവം എഴുതിപ്പിച്ചത് യിരെമ്യാവിനെ കൊണ്ടാണ്. അത് തന്നെ 47 അധ്യായമുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 5 അധ്യായം. അങ്ങനെ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞ, അയ്യോ കർത്താവേ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഈ മനുഷ്യനെ കൊണ്ട് 104 അധ്യായങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിക്കാനും പ്രവചിപ്പിക്കാനും ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായത് തിരഞ്ഞെടുത്ത ദൈവം, കർത്താവിന് പദ്ധതിയുള്ള ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട മക്കളുമാര് നാളുകൾ എന്താകുമെന്ന് ചിന്തിക്കുന്നവര് ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു എൻറ്റയർ ദ മെസ്സേജ് ആണ്, ഒരു എൻറ്റയർ ദ മെസ്സേജ്. ഹല്ലേലൂയ. ആ മെസ്സേജ് ദൈവം യെരമ്യായോട് പറയാൻ കാലഘട്ടങ്ങളോടുള്ള പ്രവചനം, ജനതയോടുള്ള പ്രവചനം, ഇസ്രായേലിനോടുള്ള പ്രവചനം, സഭകളോടുള്ള പ്രവചനം, ഇങ്ങനെ എൻറ്റയർ ദ തിങ്സ് എന്ന് പറയുന്ന പോലെ ഒരു വലിയ സമൂഹത്തോട് പറയാനുള്ള മുഴുവൻ പ്രവചന ശബ്ദങ്ങളും ഈ ഒരൊറ്റ സംഭവത്തിനകത്ത് വെളിപ്പെടുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം 18 അധ്യായം 2 വാക്യം, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അപ്പൊ എൻ്റെ വചനങ്ങളെ എനിക്ക് നിന്നെ കേൾപ്പിക്കാൻ കഴിയണമെങ്കിൽ, എൻ്റെ വചനത്തെ എനിക്ക് നിന്നെ അറിയിക്കാൻ കഴിയണമെങ്കിൽ, ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും സാഹചര്യത്തിൽ നിന്നും എഴുന്നേക്കണം. ഹല്ലേലൂയ. ആമേൻ. എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. നമ്മുടെ ചില കംഫർട്ട് സോണുകളെ ഇന്ന് നമ്മൾ വിടാൻ തയ്യാറാകണം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പ്രധാനമായും 3 കാര്യങ്ങൾ വചനത്തിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. 1, കുശവൻ കളിമണ്ണിനെ വഴിയിറമ്പിൽ നിന്നോ വയലിൽ നിന്നോ എടുത്തിട്ടുണ്ടെങ്കിൽ കുശവന് ഈ കളിമണ്ണിനെ കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്, ദൈവം നിങ്ങളെ വിളിച്ച വ്യക്തിയാണ്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത വ്യക്തിത്വമാണ് എന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുണ്ടോ? ഉറപ്പില്ലാത്തവരോട് ഞാൻ പറയാം, ഉറപ്പിച്ചോ. ഉറപ്പിച്ചോ. കാരണം പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രന്റെ അടുക്കൽ വരാൻ പറ്റുകയില്ല. ഈ കാര്യം ഉറപ്പിച്ചോണം. ദൈവം കളിമണ്ണിനെ കയ്യിലെടുക്കുന്നെങ്കിൽ, നിങ്ങളെയും എന്നെയും കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ, അത് കയ്യിലോട്ട് എടുത്തപ്പോ തന്നെ കുശവൻ ഈ കളിമണ്ണിനെ ഒന്ന് പിടിച്ച് കുഴച്ചൊന്ന് ഉരുട്ടി അങ്ങോട്ട് കൊണ്ടുവച്ചപ്പോ തന്നെ കുശവന്റെ മനസ്സിൽ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. പ്ലാൻ ഉണ്ടെങ്കിൽ കുശവൻ ഇതിനൊരു പർപ്പസ് ഉണ്ട്. പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്.
വെറുതെ എടുത്തതല്ല, ആർക്കൊക്കെയോ പ്രയോജനപ്പെടാൻ, ആർക്കൊക്കെയോ നന്മയാകാൻ, എവിടെയോ സെറ്റ് ചെയ്യാൻ, നിന്റെ മേളിൽ നല്ലൊരു പ്രൈസ് ടാഗ് ഇടാൻ, നിന്നെ രംഗത്ത് കൊണ്ടുവരാൻ ദൈവം കണ്ടിരിക്കുകയാണ്.